വാർത്താദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാന്റെ തിരിച്ചടിയിൽ വിറങ്ങലിച്ച് ഇസ്രായേൽ. ഇറാനിൽ ആക്രമണം നടന്നു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പ്രതികാരത്തിന്റെ ചുവന്ന പതാക ഉയർത്തി ഇറാൻ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ആക്രമിക്കുന്നത് പോലെ അല്ലെന്ന് അറിയാവുന്ന ഇസ്രായേൽ പൗരന്മാരോടെല്ലാം ആവശ്യ സാധനങ്ങൾ വാങ്ങി ബങ്കറിൽ കഴിയണമെന്ന് സൈന്യത്തിന്റെ നിർദ്ദേശം പൂർണ്ണമായും അനുസരിക്കണമെന്നും പറഞ്ഞിരുന്നു. രാത്രിയോടുകൂടി ഇറാന്റെ തിരിച്ചടി ആരംഭിച്ചു. ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെയും താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ട് മധ്യ ഇസ്രായേലിന്റെ 7ഓളം ഭാഗങ്ങളിൽ മിസൈൽ പതിച്ചു. ടെൽ അവീവിന്റെ പ്രതിരോധ ആസ്ഥാനത്തിന്റെ മുമ്പിൽ വലിയ തീപിടുത്തം ഉണ്ടായതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ മിസൈൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഇത് നീണ്ടു നിൽക്കും എന്നും അതിശക്തമായിട്ടുള്ള മറുപടിയായിരിക്കും തങ്ങൾ നൽകാൻ പോകുന്നതെന്നും ഇറാന്റെ പുതിയ സൈനിക മേധാവി അബ്ദുൾ റഹ്മാൻ മൗസവി പറഞ്ഞു. ജെറുസലേമിലും ടെൽ അവീവിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. 3 പേർ മരണപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജെറുസലേമിൽ മാത്രം 60ഓളം പേർക്ക് പരിക്കേറ്റു. അതിൽ പലരുടെയും നില ഗുരുതരമാണ്. 100ഓളം ഡ്രോണുകളും 200ഓളം മിസൈലുകളുമാണ് ഇപ്പോൾ അയച്ചത്. ഇതിനിടയിൽ ഇറാനിൽ ശക്തമായ 2000ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നും തയ്യാറായി നിന്നോളാനും ഇസ്രായേലിനോട് ഇറാൻ സൈനിക വക്താവ് പറഞ്ഞു. ഇന്നലെ അയച്ചതിന്റെ 20 ഇരട്ടിയാണെന്നും പറഞ്ഞു. ഇപ്പോൾ തന്നെ ടെൽ അവീവിലും ജെറുസലേമിലും ഹൈഫയിലും ഹെബ്രോണിലും ശക്തമായ ആക്രമണ പരമ്പരയാണ് നടന്നിരിക്കുന്നത്. ഇറാൻ ഇങ്ങനെ പരസ്യമായി പറയുമ്പോൾ യുദ്ധം ശക്തമായി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണിത്. ഇതിനിടയിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത് ഭൂമിയുടെ മുകളിലുള്ള ഭാഗമാണെന്നും അതിന് എത്രയോ താഴെയാണ് ആണവ റിയാക്ടറുകൾ ഉള്ളതെന്നും യാതൊരു ആണവ ചോർച്ചയില്ലെന്നും ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചത് ഒരു ചതിയിലൂടെയായിരുന്നു. ഒരു വശത്ത് അമേരിക്ക ഇറാനുമായി ആണവ ചർച്ച നടത്തുകയും അതിനിടയിൽ മൊസാദ് ഇറാനിലേക്ക് ഒളിച്ചു കടത്തിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാനിൽ നിന്ന് തന്നെ സൈനിക മേധാവിയെയും സയന്റിസ്റ്റുകളെയും ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചത്. ഇപ്പോൾ ഇസ്രായേലിന്റെ മിസൈലുകളും ഡ്രോണുകളും ഇറാൻ ആകാശത്ത് വെച്ച് ഫലപ്രദമായി നേരിടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ചെറു വിമാനവും ഡ്രോണുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അറിയിച്ചു. ഇസ്രായേൽ ഇറാന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച പശ്ചാത്തലത്തിൽ അമേരിക്ക, ഫ്രാൻസ്, UK എന്നീ രാജ്യങ്ങളെ ഇറാൻ തങ്ങൾ ശക്തമായ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ ആവില്ല. കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് തങ്ങളും നീങ്ങുകയാണെന്നും അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഇറാൻ ഈ 3 രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട്. ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ കൂടെ നിന്ന് ആക്രമിക്കുന്ന രാജ്യത്തെ മാത്രമല്ല പ്രതിരോധിക്കുന്ന രാജ്യത്തെയും അവരുടെ സൈനിക താവളങ്ങളും അവരുടെ കപ്പലുകളെയും ആക്രമിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ ഇല്ല എന്നുള്ള വാർത്ത പ്രചരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിൻ്റെ പ്രൈവറ്റ് ജെറ്റ് ബെൻഗൂരിയൻ എയർപോർട്ടിൽ നിന്നും മാറ്റിയിരുന്നു. ഇപ്പോൾ വിമാനം ഗ്രീസിലെ ഏതൻസിൽ ഉള്ളതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്.